അമ്മേ എന്നടാ അമ്മേ എന്നടാ അമ്മേ എന്നടാ എങ്ങനെയാണ് ഇത്ര സുന്ദരിയായിട്ട് യങ് ആയിട്ട് ഇരിക്കണോ? ബ്രൂട്ടീഷ് അതെ അതെ അവര് വിട്ടതുപോലെ ഞാൻ ഇരിക്കുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ഇങ്ങനെ അമ്മയൊക്കെ വരുമ്പോൾ ടീച്ചേഴ്സ് തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഇരിക്കും, എടാ അത് അമ്മയാണോ? സ്കൂൾ ടൈമിലൊക്കെ കുറച്ചും കൂടെ യങ് ആയിരുന്നു, ഇപ്പം കുറച്ച് എന്താ പറയാ ഏജ് ആയി, എങ്കിലും സുന്ദരിയാ. എന്നാലും സുന്ദരിയാണ്. ഞങ്ങൾക്ക് വരുന്ന കമന്റുകളിലാണെങ്കിലും കൂടുതലും ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും പറ, നിങ്ങൾ അമ്മയും മോളും ആണോ? ഒന്നും കൂടെ പറയാവോ? ഒന്ന് പറഞ്ഞാലും അവർ പിന്നെ ചോദിക്കും, ശരിക്കും ഒന്നും കൂടെ പറയാവോ? മകളെ ശരിക്കും ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചതാണ്. ഒരു ദുർലഭ നിമിഷത്തിൽ പെട്ടെന്നൊരു ഫേസ് അട്രാക്റ്റഡ് ആയി, ഒരു ആക്ട്രസിന്റെ ഫേസ് കട്ടായിട്ട് എനിക്ക് അന്ന് തോന്നിട്ടോ. ശരിക്കും കോവിഡിന്റെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ, എന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു. നിമിഷയുടെ പേരൻസ് ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അന്നേരമാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേ ദിവസം പോയി നമ്മൾ തന്നെ പോയി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിന് അന്ന് രാവിലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് തന്നെ നമ്മൾ നല്ല കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്. ഭയങ്കര കുറേ നേരം കരഞ്ഞോട്ടോ. കാരണന്മാർക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, എന്റെ കൊച്ചിന്റെ കല്യാണം, എന്റെ മോന്റെ കല്യാണം എങ്ങനെ വേണം, ഇത് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇടണം, അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ആദ്യത്തെ കല്യാണം കൂടി അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ആദ്യമായിട്ട് ചരിത്രത്തിലെ വരൻ മാത്രം പോയി കല്യാണം അറ്റൻഡ് ചെയ്ത കല്യാണം ഞങ്ങളുടെ കല്യാണം. മൂത്തമ്മൻ രണ്ടാമത് കിട്ടിയത്. രണ്ടാമത് കിട്ടിയെന്ന് പറയുമ്പോ കൺഫ്യൂഷൻ വരും. രണ്ട് കിട്ടിയിട്ടില്ല, ഒരാളെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്റെ കല്യാണത്തിന് ശേഷമാണ് ചേട്ടൻ. ആദ്യം നടന്നത് ഇവന്റെ കല്യാണം. ഞാൻ നിമിഷനെ നേരിട്ട് കാണുന്നത് നിമിഷയും കൊച്ചുമായിട്ട് വരും. അമ്മ ഇതാണ് എന്റെ മോള്, ഇതാണ് എന്റെ ഭാര്യ, പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. പിന്നെ എല്ലാരും മരുമകള് അമ്മായിമ്മ മരുമോള് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അമ്മായിമ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു അമ്മായിമ്മ കിട്ടുന്നത് നമ്മള് ചെയ്തിട്ടില്ല. എനിക്കൊരു കൊച്ചുകൂടി ഉണ്ട് കേട്ടോ. ഒരു മാരേജ് പ്രപ്പോസൽ നമുക്ക് സംസാരിക്കാം. ഈ ആദ്യത്തെ കൊച്ചുണ്ടായതിനു ശേഷം നിങ്ങൾ ഹണിമൂണ് പോയത്, ആ ഹണിമൂണിന് പോയ പോക്കിലാണ് അടുത്ത കൊച്ചുണ്ടായത്. അത് സത്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഹണിമൂണിന് അധികം വിടാറില്ല വീട്ടിൽ നിന്നും. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് ദിനത്തില് ലാലേട്ടൻ പോകുന്നല്ലേ പോവാറുള്ളൂ. സ്പെഷ്യൽ റെസിപ്പി അമ്മയുടെ മീൻകറി ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള നല്ല മുളക്, നമ്മുടെ ബിന്നി മാം ഒക്കെ പേഴ്സണലി എനിക്ക് മെസ്സേജ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ കപ്പ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണ്. എന്ത് വെച്ചാലും ടേസ്റ്റ് ആണ് കേട്ടോ. അമ്മയുടെ എല്ലാ റെസിപ്പിയും ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാം, മാക്സിമം ടേസ്റ്റില്. പെണ്ണുങ്ങളുടെ മാത്രം ഒരു കുത്തക അവകാശമായിട്ട് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പേഴ്സണലി. നിമിഷം ഞാനും രാവിലെ എണീക്കുമ്പോൾ നിമിഷ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ അത് ലഞ്ച് മതിയോ, അങ്ങനെ ഞങ്ങളപ്പം ഒരുമിച്ച് തീരുമാനം എടുത്ത് ഇന്ന് ഞാൻ ഉണ്ടാക്കാം. അപ്പം മിക്കപ്പോഴും ഞാനായിരിക്കും ഉണ്ടാക്കാം, കാരണം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പുന്തിരിയായി ഞാൻ പൂത്തുണരാം, വെള്ളിനില തുള്ളികളോ പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ഫാമിലിയാണ്. അവർ തൊടുപുഴക്കാരായിട്ടുള്ള ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എനിക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ ഓസി അമ്മ മലയാളി ഫാമിലിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, എന്നാലും അടിയിൽ ചില കമന്റ് വരും. അത് വന്നിരിക്കും ഉറപ്പാണ്. ആൻഡ് ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നാട്ടിലെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ആരാണ് ശരിക്കും ഈ ഓസി അമ്മ മലയാളി യൂട്യൂബ് ഫാമിലി? ഈ പേര് ഔസേബിച്ചിന്റെ ഓസിയാണോ ശരിക്കും കിട്ടുന്നത്? അത് ഓസ്ട്രേലിയനെ നമ്മള് ഓസ്ട്രേലിയക്കാരെ നമ്മൾ ഓസീസ് എന്ന് വിളിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പേരിടാൻ ഉള്ള ഐഡിയ ഒന്നും, ആദ്യം മോമോൻ മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ട്രൈ ചെയ്തു. പക്ഷെ അന്നേരം എന്താ പറയാ, ഒരുപാട് പ്രൊഫൈലുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് പിന്നെ ഓസി അമ്മ, ഓസി ഓസ്ട്രേലിയക്കാരാണ്, അമ്മയുണ്ട് മെയിനായിട്ട്, പിന്നെ നമ്മൾ മലയാളികളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓസി അമ്മ മലയാളി എന്നുള്ള പേര് പല പേര് ഇട്ടിട്ട് അവസാനം അതിലേക്ക് എത്തിയതാണ്. ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിളിയുണ്ട്, അതാണ് സത്യത്തിൽ നമ്മൾ ഇരുത്തണേ. അത് ഭയങ്കര രസമായിട്ടാണ് അമ്മയും മോന്റെ ഒരു കണക്ഷൻ, വിളിയൊക്കെ. അതൊന്ന് വിളിക്കാവോ? അമ്മേ
എന്നടാ ശരിക്കും ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ടല്ലേ ആ വിളിക്ക്. അതെ അതെ അതെ. ഞങ്ങള് ശരിക്കും ഒരു വീഡിയോ ചെയ്യുമ്പം അമ്മേനൊന്ന് ഞാൻ എപ്പോഴും വീട്ടിൽ ചെറുപ്പം തൊട്ടേ നമ്മളെ അമ്മയെന്ന് വിളിക്കും. അന്നേരം അമ്മ എന്നാടാ, അതുപോലെ തന്നെ എന്നടാ എന്ന് ചോദിക്കുകയും ചെയ്യും. അതെ. അപ്പൊ അത് ഇത്ര വലിയൊരു ഇതാവുന്ന ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും. ആൻഡ് ഒരാളിപ്പോ ഒരു ഗസ്റ്റ് നമ്മുടെ ഇവിടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. നമ്മള് കരയുന്നൊക്കെ പ്രതീക്ഷിക്കെങ്കിലും ആള് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് വരുന്നത്. അച്ചടാ, ഇതാരാ? ശരിക്കും ഇന്നത്തെ ഗസ്റ്റ് ഇതാണ് കേട്ടോ. ഇപ്പൊ ഓൾറെഡി എന്നോട് ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് നിങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു വിട്ട ഒരു ചോദ്യം, എങ്ങനെയാണ് ഇത്ര സുന്ദരിയായിട്ട് യങ് ആയിട്ട് ഇരിക്കണം മമ്മി? അങ്ങനെയൊന്നും അറിയില്ല. എന്റെ കാർന്നന്മാര് അതെ അവര് വിട്ടതുപോലെ ഞാൻ ഇരിക്കുന്നു. പക്ഷെ മമ്മി മേക്കപ്പ് ഒന്നും അധികം ചെയ്യാറില്ല കേട്ടോ. മമ്മിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു, ഞാനായിട്ട് മമ്മീനെ ആദ്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് മമ്മി. അങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് മമ്മി ഒന്നും ചെയ്യാറില്ല. ഇല്ല, എന്ന് വെച്ചാൽ നമുക്ക് പെൺപിള്ളേരില്ലാത്തോണ്ട് നമ്മൾ ഒത്തിരി ഒരുങ്ങാനോ നമ്മൾ അതിനൊന്നും ശ്രമിക്കാറുമില്ല. ഞങ്ങള് 3 ആണുങ്ങളാണ് കേട്ടോ. അമ്മയ്ക്ക് 3 മക്കളാണ്. മൂത്ത ആള് എന്റെ ചേട്ടൻ, ഞാൻ രണ്ടാമത്തെ ആള്, പിന്നെ ഒരു അനിയനും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ഇങ്ങനെ അമ്മയൊക്കെ വരുമ്പം ടീച്ചേഴ്സ് തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചോദിക്കും, എടാ അത് അമ്മയാണോ ചേച്ചിയാണോ? അപ്പം അന്നത്തെ ഒന്നും ആലോചിക്കും. പക്ഷെ ഒരു സ്കൂളിലെ ടൈമിലൊക്കെ കുറച്ചും കൂടെ എങ്ങായിരുന്നു. ഇപ്പം കുറച്ച് എന്താ പറയാ ഏജ് ആയി, എന്നാലും സുന്ദരിയാണ്. ഞാനത് വീഡിയോ കാണുന്ന സമയത്ത് വിചാരിച്ചത് ശരിക്കും ഇത് മകൾ അമ്മ എന്നാ വിചാരിച്ചേ. പിന്നെയാണ് ഇത് മരുമകളാണ്, ഇത് മദർലോ ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണേ. പക്ഷെ അത് ഫേസ് കട്ട് ഏതാണ്ട് ഒരുപോലെ തന്നെയാ. ഇത് കേൾക്കാറുണ്ടോ? ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തമ്മിൽ എങ്ങനെ അറിയത്തില്ലായിരുന്നു. എല്ലാരും ഞങ്ങളോട് പറയും നിങ്ങൾ ഒരുപോലെയാണ്. ഞങ്ങൾ മമ്മി ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് സംശയമാണോ. പക്ഷെ പിന്നെ എല്ലാരും നേരിട്ട് കാണുമ്പോൾ ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നതാണ്. ഞങ്ങൾക്ക് വരുന്ന കമന്റുകളിലാണെങ്കിലും കൂടുതലും ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾ ശരിക്കും പറ, നിങ്ങൾ അമ്മയും മോളും ആണോ? ഒന്നും കൂടെ പറയാവോ? ഒന്ന് പറഞ്ഞാലും അവർ പിന്നെ ചോദിക്കും, ശരിക്കും ഒന്നും കൂടെ പറയാവോ എന്ന് പിന്നെ ചോദിക്കും. അങ്ങനെ എല്ലാരും ചോദിക്കാറുണ്ട്. ഈ മകളെ, മരുമകൾ എന്ന് പറയണ്ടേ, ഈ മകളെ ശരിക്കും ആരാ കണ്ടുപിടിച്ചേ? മകളെ ശരിക്കും ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചതാണ്. ലവ് മാരേജ് ആയിരുന്നു? അല്ല, ലവ് മാരേജ് അല്ല, മാട്രിമോണി വഴി കണ്ടുപിടിച്ചതാണ്. പക്ഷെ റിക്വസ്റ്റ് അയച്ചതൊക്കെ ഞാനാണ്. ഒരു ദുർലഭ നിമിഷത്തിൽ നമ്മള് പ്രൊഫൈലിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇപ്പൊ ടിൻഡർ എന്ന് വിളിക്കും, പണ്ട് അല്ല ഇപ്പോഴും മാട്രിമോണി ഉണ്ട് കേട്ടോ. മാട്രിമോണിയിലാണ് നമ്മള് ഇങ്ങനെ പ്രൊഫൈലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ഫേസ് അട്രാക്റ്റഡ് ആയി. ഒരു ആക്ട്രസിന്റെ ഫേസ് കട്ടായിട്ട് എനിക്ക് അന്ന് തോന്നി കേട്ടോ. ശരിക്കും എനിക്ക് ആ സമയത്ത് ആ ഫോട്ടോ കണ്ടപ്പോ തോന്നിയായിരുന്നു. ആരായിരുന്നു ആ മുഖം? ആ ആക്ട്രസിന്റെ പേര് ജ്യോതി കൃഷ്ണ. ആ ഫോട്ടോയിൽ കേട്ടോ. ഞങ്ങൾ അതിനകത്ത് ഇട്ടിരുന്നേ ചാവർ വഴിയാട്ടോ കണ്ട് അതിനകത്ത് ഇട്ടിരുന്ന ഫോട്ടോ. അത് അങ്ങനത്തെ ഒരു ഫോട്ടോ ശരിക്കും കണ്ടാലും പറയും ജ്യോതികൃഷ്ണനെ പോലെ ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ കൊള്ളാലോ, നല്ലൊരു ഫേസ് ആണ്. എന്റെ ഒരു കൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു ഫേസും കാര്യങ്ങളാണ്. പിന്നെ ആളുടെ പ്രൊഫൈല് നമ്മള് സ്വാഭാവികമായിട്ട് എടുത്ത് നോക്കും ഫേസ്ബുക്ക്. അപ്പൊ നോക്കിയപ്പം നല്ല നല്ല പാട്ടുകൾ കിടക്കുന്നു. നന്നായിട്ട് പാടും കേട്ടോ, രസമായിട്ട് പാടും. ഞാനൊരു ഭയങ്കര മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതുപോലെ FPയിലെ ആ ഒരു പാട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് എന്റെ മെൽറ്റ് ആയി പോയെന്ന് തന്നെ പറയാം. നല്ലൊരു പാട്ടുണ്ടായിരുന്നു. ഒരു ഡിവോഷൻ സോങ് ആണ്. പക്ഷെ അത് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. റിക്വസ്റ്റ് അയച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു, പേരൻസ് വിളിച്ചു. അങ്ങനെ ഫുൾ അറേഞ്ച്ഡ് ആണ്. അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ പ്രതീക്ഷ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു കേട്ടോ. അല്ല, അതിനുശേഷം ലവ് സ്റ്റോറി ഉണ്ട്. കാരണം അത് വലിയൊരു സ്റ്റോറിയാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാല്. കാരണം കോവിഡിന്റെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയില്. അപ്പൊ അവിടെ ട്രാപ്പായി പോയി. നിമിഷയുടെ പേരൻസ്, എന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു. നിമിഷയുടെ പേരൻസ് ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അന്നേരമാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങള് അവിടെ വെച്ച് തന്നെ മീൻസ് കുറെ നാൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 2 വർഷം വെയിറ്റ് ചെയ്തു. പിന്നെ അപ്പം പ്രേമം അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് 2 വർഷം. അതുകൊണ്ട് അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നവരോട് അറേഞ്ച് മാരേജ് ആണ്. കല്യാണത്തിന് പക്ഷെ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 3 ഇയേഴ്സോളം ഞങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ട് കെട്ടിയതാണ്. അതെ, ഈ കോവിഡ് വന്നപ്പോ നമ്മൾ ഓർത്ത് എപ്പം തീരും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ പാരന്റ്സ് തന്നെ പറഞ്ഞു നിങ്ങൾ ഓസ്ട്രേലിയയിൽ തന്നെ കല്യാണം കഴിക്കുക, അതായിരിക്കും. കാരണം ആർക്കും നമുക്ക് വേൾഡ് എങ്ങോട്ടാണ് പോണെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിന് വലിയൊരു ഇത് പറഞ്ഞാല് ആദ്യമായിട്ട് ചരിത്രത്തില് വരൻ മാത്രം പോയി കല്യാണം അറ്റൻഡ് ചെയ്ത കല്യാണം ഞങ്ങളുടെ കല്യാണമായിരിക്കും.
കാരണം അറിയില്ല. ചെക്കന്റെ വീഡിയോ കോൾ ഇവര് അന്നേരം ലൈവ് അവിടെ ലൈവ് ഇട്ടു. ചെക്കന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രം. അപ്പൊ ഞാൻ അവിടെ ഹോട്ടൽ റൂമിലാണ്. അപ്പം കാൻബറയിൽ വെച്ചായിരുന്നു കല്യാണം, ഓസ്ട്രേലിയ. അപ്പൊ ഞങ്ങളവിടെ 14 days ക്വാറന്റൈൻ ചെയ്തു. കാൻബറ പോയിട്ട് അതിനുശേഷമാണ് കല്യാണം. അപ്പം ഈ പറയുന്ന പോലെ അതുപോലെ വെറൈറ്റി ആയിട്ട് അപ്പം തലേദിവസം പോയി നമ്മൾ തന്നെ പോയി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിന് അന്ന് രാവിലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് തന്നെ നമ്മള് നല്ല കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്. ഭയങ്കര കുറെ നേരം കരഞ്ഞു കേട്ടോ, ഒത്തിരി നേരം കരഞ്ഞു. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കും, നമ്മുടെ സ്വന്തം കല്യാണത്തിൽ നമ്മൾ മാത്രം മുടിയൊക്കെ ചീകി ഡ്രസ് ചെയ്ത് പോവാന്ന് പറയുന്നത്. അതുപോലെ ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിച്ചു. പക്ഷെ ദൈവാധീനം കൊണ്ട് എല്ലാം നന്നായിട്ട് പിന്നീടായാലും. അമ്മ ഇതെങ്ങനെയാ ശരിക്കും ബേസ് ചെയ്തത്? കാരണം രണ്ടാമത്തെ മകന്റെ കല്യാണമാണ്, ആരും ഫാമിലി ഇല്ല, ഓസ്ട്രേലിയയിൽ തനിച്ച് ഒരു കൊറോണ കാലഘട്ടത്തിൽ കല്യാണം നടക്കുന്നത്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ മകനാണെങ്കിലും ആദ്യം കല്യാണം കഴിക്കണം ഇവനാ. നമുക്ക് കാരണന്മാർക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എൻ്റെ മോൻ്റെ കല്യാണം എങ്ങനെ വേണം, എനിക്ക് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇടണം, അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ആദ്യത്തെ കല്യാണം കൂടി. രണ്ടാമത്തെ മൂത്തമ്മൻ രണ്ടാമതാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ, അതല്ലാതെ നമുക്ക് പറ്റുള്ളൂ. രണ്ടാമത് കിട്ടിയെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. കല്യാണത്തിന് ശേഷമാണ് ആദ്യം നടന്നത് ഇവന്റെ കല്യാണം. അത് കഴിഞ്ഞാണ് 1 വർഷം കഴിഞ്ഞാണ് അത് അമേരിക്ക വെച്ച് തന്നെയായിരുന്നു. ഞാൻ നിമിഷനെ നേരിട്ട് കാണുന്നത് നിമിഷയും കൊച്ചുമായിട്ട് വരുമ്പോഴാണ്. ഞങ്ങളെല്ലാവരും അതായത് ഇവര് നിമിഷനെ പരിചയപ്പെടുന്നത് കയ്യിലൊരു കൊച്ചായിട്ടാണ്. അങ്ങനെയാണ്. അമ്മ ഇതാണ് എന്റെ മോള്, ഇതാണ് എന്റെ ഭാര്യ. പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് കാൻബറയിൽ ചേച്ചിയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. നിൽക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല, പിന്നെ എന്റെ അങ്കിളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലക്കി ആയിരുന്നു ആ കാര്യത്തിൽ. പപ്പയും മമ്മിയും ഇല്ല എന്നുള്ളൊരു പ്രത്യേക ഒരു ഭയങ്കര സങ്കടമാണ്. പക്ഷെ എങ്കിലും അവരുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇച്ചാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വന്ന് അത് കല്യാണം കഴിച്ചത്. പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അമ്മ മകൾ എന്ന് തന്നെ നമുക്ക് തോന്നണേ. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു അമ്മായിമ്മ ഉണ്ടല്ലോ, എനിക്കൊന്ന് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അമ്മായിമ്മ ആവുന്ന സമയത്ത്, ഒരു മദറിൽ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്? കാരണം വീട്ടിലെ ആദ്യത്തെ മരുമകളാണ്. സോ ഒരു അമ്മായിമ്മ ആവുന്ന അമ്മയിൽ നിന്ന് അമ്മായിമ്മ ആവുന്ന സമയത്ത് എങ്ങനെയാ അതിലൊരു ചേഞ്ച്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു അമ്മായിമ്മ എന്നുള്ള പേരൊന്ന് മാറ്റണം, അമ്മയായിരിക്കണം. എനിക്കാലും എനിക്ക് പെൺപിള്ളേരില്ല. അപ്പോൾ വരുന്ന കൊച്ചുകൂടി ഉറപ്പായിട്ടും എൻ്റെ മകളായിരിക്കണം. അവിടെ ഞാൻ ഒത്തിരി കൊതിച്ചായിരുന്നു ഒരു മകൾ വരിക എന്നുള്ളത്. 4 ആണുങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവന്റെ കൂട്ടുകാരൊക്കെ വരണം. ആണുങ്ങളെ വന്നെങ്കിൽ എനിക്ക് ഒത്തിരി ടെൻഷനില്ല. പക്ഷെ പെൺപിള്ളേർ വരുമ്പോഴേക്കും എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല. കാരണം എനിക്ക് പെൺപിള്ളേർ കൂട്ടില്ലല്ലോ, ഈ വീട്ടിൽ ഞാൻ പെൺമാതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മരുമകള് അമ്മായിമ്മ മരുമകളെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അമ്മായിമ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതേ ഇല്ല. മോള് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര റോൾ മോഡലാണ് മമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറെ ഒരു കാര്യം കേട്ടോ, നമ്മൾ വരുന്ന ആളും നല്ല അഡ്ജസ്റ്റഡ് ആയിരിക്കണം, അമ്മ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പം എല്ലാവരോടും ഒരു നമുക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ മാത്രം നന്നായ പോരാ, മരുമക്കളും നന്നാവണം. അവർ നന്നായാലേ നമുക്ക് അതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അവരുടെ സഹകരണത്തോടെ നമ്മുടെ കൂടെ വേണം. പിന്നെ മമ്മീനെ കുറിച്ച് പറഞ്ഞ മമ്മി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യത്തിലും മമ്മി റെഡിയാണ്. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും മമ്മി അത് നമുക്ക് വിഷ എല്ലാ കാര്യത്തിലും മമ്മി എന്റെ കൂടെ എപ്പോഴും കാണും. അപ്പൊ അതാണ് നമ്മുടെ തമ്മിലായ ഒരു നല്ല വൈബാണല്ലോ. എങ്കിലും കുറച്ച് തള്ളാൻ കൂടെ പറ. ഇത്രയധികം കാരണം നിങ്ങൾ അത്രയധികം ഭയങ്കര സ്നേഹപ്രകടനം ഞാൻ ഇവിടെ വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര എനർജി ഉള്ള ഒരു ഫാമിലി, ഭയങ്കര അബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി. നമ്മള് ചിലര് വീഡിയോയില് കാണിക്കുമ്പോ അല്ലെ, ചിലപ്പോ വീഡിയോയിൽ റീൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മള് റീൽ എന്ന് പറയുന്ന പോലെ ചിലപ്പോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മള് വീഡിയോയിൽ കണ്ട് തിരിച്ച് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവരുന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ ഇങ്ങനെയാണ്. പിള്ളേരാണേലും നേരത്തെ ചെറുപ്പത്തിൽ നമ്മളോട് എങ്ങനെയാണ് നമ്മുടെ കൂടെ അതേ സ്നേഹത്തിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് 2 പിള്ളേർ വന്നു. ഒരു കുറവും 2 മക്കൾക്കും 2 മക്കളുടെ സൈഡിൽ നിന്നും യാതൊരു കുറവും ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെ വരണമെങ്കിൽ ഇവരുടെ മാത്രം എടുക്കല്ല. ഇവർ തന്നെ നോക്കിയാൽ ഒരിക്കലും ഒരു അമ്മേനെ അവരെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇവരുടെ കൂടെ സഹകരണം കൊണ്ടാണ്.
ഇവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു അമ്മായിമ്മയെ കിട്ടണം നമ്മള് മാരേജ് മാരേജ് ചെയ്തിട്ടില്ല ചെയ്തില്ല ചെയ്തിട്ടില്ല സമയമുണ്ട്. എനിക്കൊരു കൊച്ചുകൂടി ഉണ്ട് കേട്ടോ. ഒരു മാരേജ് പ്രപ്പോസൽ നമുക്ക് സംസാരിക്കാം. കാനഡയിൽ പോകാൻ താല്പര്യമുണ്ടോ? ആള് കാനഡയിലാണ്. ശരിക്കും ഇപ്പൊ ഒരു ആസ് എ ഒരു വേറെ വീട്ടിൽ നമ്മളൊരു കല്യാണം കഴിഞ്ഞ് വരികയാണ്, പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ വിഷയം ഉണ്ടാവും ഇതുപോലെ ആയിരിക്കണം എന്ന്. ആദ്യം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, പല കഥകൾ നമ്മൾ കേൾക്കും. ഇവിടെ വന്നു ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ട് പോയ കാര്യം എന്താ വീട്ടിലേക്ക് വന്ന സമയത്ത്? കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഒരു ജോളിയാണ്, ഫ്രണ്ട്ലിയാണ്. എനിക്ക് അതാണ് കാരണം നമുക്ക് മമ്മിയുടെ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഇപ്പൊ നമുക്ക് അമ്മായും അങ്ങനെയൊക്കെ നമുക്കിതിൽ പറയാനായിട്ട് നമുക്കൊരു പേടിയുണ്ടല്ലോ. അങ്ങനൊരു സംഭവം എനിക്ക് തോന്നി. ഇപ്പൊ ഇച്ചാനോടാണേലും ചാച്ചനോടാണേലും എല്ലാവരും അങ്ങനെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ അവർ സ്വന്തമായിട്ടാണ് കണക്കാക്കുന്നത്. ചാച്ചൻ എപ്പോഴും പറയും മരുമോളല്ല മോളാണ്, ഈ മമ്മിയും പറയും എപ്പോഴും മരുമോളല്ല മോളാണ്. ശരിക്കും അമ്മേനേക്കാളും അറ്റാച്ച്മെന്റ് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാച്ചനാണെങ്കിലും മമ്മിയാണെങ്കിലും എന്നെ ശരിക്കും പറഞ്ഞ മരുമോൾ എന്നല്ല, എപ്പോഴും ആരോട് പറയുമ്പോൾ ഇത് എന്റെ മോളാ അങ്ങനെ പറയുള്ളൂ. മരുമോൾ എന്നൊരു വേർഡ് പോലും പറഞ്ഞു. അതേ പറഞ്ഞ എല്ലാവരും കാരണേ 3 മക്കളല്ല, ആൺകുട്ടികളല്ലേ, അവരും ചിലപ്പോ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ആ ഒരു സ്നേഹം കൊടുക്കാനൊക്കെ. ഈ ആദ്യത്തെ കൊച്ചുണ്ടായതിനു ശേഷം നിങ്ങൾ ഹണിമൂൺ പോയത്, ആ ഹണിമൂണിന് പോയ പോക്കിലാണ് അടുത്ത കൊച്ചുണ്ടായിരുന്നത്. അത് സത്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഹണിമൂണിന് അധികം വിടാറില്ല വീട്ടിൽ നിന്നും. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് മിഥുനത്തില് ലാലേട്ടൻ പോകുന്നല്ലേ പോവാറുള്ളൂ. ഇവരോട് ഞാനവിടെ ഇരുന്ന് വെച്ചാൽ എപ്പോഴും പറയാം, ഞാൻ പിള്ളേർ രണ്ടുപേരും എന്റെ അടുത്തിരുന്നുള്ളൂ. ഇവരോട് പോകാൻ പറഞ്ഞ നിമിഷയ്ക്കാണെ പറഞ്ഞാലും മിഥുനത്തിലെ അവര് പോകുന്നതല്ല, അല്ലാതെ പോകാൻ ഒട്ടും സമ്മതിക്കില്ല. ഇവര് പിന്നെ തയ്യാറാണ്, പിന്നെ നമുക്ക് പോകാന്ന് പറയും. പക്ഷെ ഒരിക്കലും പോകില്ല. ഞങ്ങളില്ലാതെ നിമിഷം ഒരു സ്ഥലത്ത് പോകില്ല. പേടിയാന്നല്ല, ഞങ്ങൾ കൂടെ വേണം. അവരുടെ നമുക്കൊരു ഫുൾ സന്തോഷം വരുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരുടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക നമ്മൾ പോകുമ്പോൾ വേറൊരു സന്തോഷം. പക്ഷെങ്കിലും ചാച്ചനും അമ്മയൊക്കെ എല്ലാവരുടെ കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. ഇവരെപ്പോഴും പറയും നിങ്ങളൊന്ന് പോ പിള്ളേരെ, നിങ്ങൾ തന്നെ ഒന്ന് പോകും, ഞങ്ങൾ പിള്ളേരെ നോക്കുന്നത് ഇല്ല. എപ്പോഴും പറയോട്ടെ, എപ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്നു പറയാം, അറ്റ്ലീസ്റ്റ് ഒരു നൈറ്റ്. അങ്ങനെ ഞങ്ങളെ തള്ളി വിട്ടതാണ് അന്ന്. എന്നിട്ട് ഞങ്ങൾ അന്ന് മിറനെ കൊണ്ടുപോയി മമ്മിക്ക് ഭയങ്കര പരാതിയായിരുന്നു, എന്തിനാ അങ്ങനെ മിറനെ കൊണ്ടുപോയി. ഞാൻ പാട്ട് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു മലയാള സിനിമയ്ക്ക് ഒരു ഗായികയെന്ന് ഇഷ്ടമല്ലോ. രസമായിട്ടാണ് ഈ പാട്ട് ഓക്കെ. ആദ്യം പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, ഓൾറെഡി ഡിവോഷണൽ സോങ് കേട്ടു എന്ന് പറഞ്ഞു, അല്ലാതെ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പാടി തന്ന പാട്ട് എനിക്ക് തോന്നുന്നത് വർണ്ണപ്പകിട്ടിലെ പാട്ടാണ്. അതാണ് ഞാൻ നിമിഷയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പാടി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാ കവന്നു നീന്നലേ ജന്മതടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ പിന്നെ മനസ്സിലലിഞ്ഞൊഴുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ പെയ്തലിയുന്ന പകൽ മഴയിൽ ഒരു പുന്തിരിയായി ഞാൻ പൂത്തുണരാം. വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ. അയ്യോ, നിർത്താൻ തോന്നി. ഈ പാട്ട് കേട്ടതിന് ശേഷം ഫ്ലാറ്റ് ഓൾറെഡി ഞാൻ ആ ഫേസ്ബുക്കിലെ ആ ഒരു ഡിവോഷണൽ സോങ്ങിലാണ് ഫ്ലാറ്റ് ആയത്. പക്ഷെ നിമിഷയുടെ സോങ് ഭയങ്കര സ്വീറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഒട്ടുമിക്ക നല്ല പാട്ടുകളും ഒരുപാട് ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും നിമിഷം നന്നായിട്ട് തന്നെ പാടാറുണ്ട്. അപ്പൊ ഇതെന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് പേഴ്സണലി. നമ്മുടെ ലാലേട്ടന്റെ ഒരു സോങ്, ഒരു ഫ്രെയിം, നമ്മുടെ 90s കിഡ് ആണല്ലോ ഷിജിനെ. അപ്പൊ നമുക്ക് ആ ഒരു മനസ്സിലുള്ള ഒരു ഫ്രെയിമും അപ്പം ആ ഒരു മീനിയും ലാലേട്ടനൊക്കെ ഉള്ള ആ ഒരു സോങ്, അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ആ സോങ്. നിമിഷം പാടാൻ പറയും. ഒരു ദിവസം എത്ര പാട്ട് പഠിപ്പിക്കും? അങ്ങനെയൊന്നുമില്ലേട്ടാ, തുടക്കത്തില് പറഞ്ഞ് പഠിക്കുമായിരുന്നു. ഇപ്പം പാട്ടിൽ ഒന്ന് നിർത്താവോ, നീ ഒന്ന് നിർത്താവോ. നമുക്ക് ഇഷ്ടമുള്ള കുറെ കിട്ടിക്കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ നമുക്ക് പിന്നെ ഞാൻ നിർത്താൻ പറയാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരും കൂടെ ഈ മിറക്കുട്ടനൊക്കെ TV വെച്ച് കൊടുത്ത് കൊക്കുമലന്റെ കൂടെ ഇവളും പാടും.
അതെ, എനിക്ക് അല്ലെങ്കിൽ മിറക്കുട്ടന് ഈ ഡാൻസ് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ മിറ കഴിക്കുന്നതിനും പാട്ട് കാണുന്നതിനൊക്കെ കൂടുതൽ നിമിഷമായിരിക്കും അവിടെ കിടന്ന് പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, നിമിഷ നമുക്ക് ഒരു സമയത്ത് ഒരു പാട്ട് മതി. ഈ മിറക്കുട്ടിയുടെ പാട്ട് അമ്മേനെ പോലെ തന്നെ എഴുതി വരുവാണെങ്കിൽ ഒരു പാട്ട് പാടിപ്പിക്കാട്ടോ. ചേട്ടൻ പാട്ട് അയ്യോ അയ്യോ ഞാൻ പാടില്ല. മമ്മി പാട്ട് പാടും. പാടുന്നു, നമ്മുടെ പാട്ട് പാടും. മമ്മി പാട്ട് പാടുമോ? ഇല്ലല്ലേ ചുമ്മാ അമ്മയ്ക്ക് പാട്ടൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യും. മകനൊരു അച്ഛനായി ആയ സമയത്തുള്ള പാരന്റിംഗിൽ ഒരു ചേഞ്ചസ് കാണുമ്പോ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഞാന് ഈ റീവ് അല്ലെങ്കിൽ മിറമോള് എങ്ങനെ കാണിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അമ്മയെ എന്നാ നമ്മളെ ചെയ്യുന്നത് ആ ഒരു ഇതിലാണ് നമ്മള് വീട്ടിലെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ ഇപ്പോഴും ആ പഴയ ആ ഒരു മോനാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ, അങ്ങനെയാണ് ഇപ്പോഴും. അതെ, എത്ര വലുതായാലും നമ്മൾ അവരുടെ മക്കളാണ്. അപ്പം ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും മമ്മി അപ്പം ഉണ്ടാക്കി കൊടുക്കും. എന്ത് സാധനമാണ് ഉണ്ടാകും, മമ്മി എനിക്കിത് വേണം, മമ്മി ഈ കപ്പ കഴിക്കണം, മമ്മി നല്ല കുക്കാണ് കേട്ടോ. മമ്മിയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ? സ്പെഷ്യൽ റെസിപ്പി അമ്മയുടെ മീൻകറി ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള നല്ല മുളക്, നമ്മുടെ ബിന്നി മാം ഒക്കെ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തൊടുകൂടി വരുമ്പം അമ്മയുടെ മീൻകറി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എക്സ്പെർട്ട് ആയിട്ട് മീൻകറി വെക്കും അമ്മ. അതുപോലെ നമ്മുടെ കപ്പ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണ്, എന്ത് വെച്ചാലും ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് എന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവും, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാവും. നല്ല ഫുഡാണ്. അതെ, നല്ല അടിപൊളി ഫുഡാണ്. നമ്മള് കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കൺട്രോളിങ് ഒക്കെ തുടങ്ങിയത്. പണ്ട് അമ്മ ഇങ്ങനെ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, കഴിക്കും, അഭിപ്രായം പറയും, ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് മമ്മിയുടെ ഫുഡ് മിസ് ചെയ്യല്ലോ, അപ്പൊ ആള് നോക്കണം. കൂടിയില്ല, പറയാറില്ല, ഇടയ്ക്കിടയ്ക്ക് പറയും എന്ത് പാടി മമ്മീനെ കണ്ടുപിടിക്കുന്നേ ചോദിക്കാൻ. അല്ല, ഞാൻ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. അവർ പിള്ളേരെ 3 പേരും അതെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ചെയ്തോളൂ. ഇപ്പൊ ആൺപിള്ളേരായത് പെൺപിള്ളേർ ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. തേങ്ങ ചണ്ടി തരുമായിരുന്നു, പൊതിച്ച് തരുമായിരുന്നു. അപ്പോൾ മൂത്ത മോനൊക്കെയാണെ പറമ്പിൽ കപ്പ ഇടാൻ കൂടുമായിരുന്നു, കപ്പ ഇടും, കപ്പ പറിച്ചുകൊണ്ട് വന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പള്ളി പോയിട്ട് വന്നേക്കും മൂത്തമ്മൻ കപ്പ പറിച്ചുകൊണ്ട് വന്ന് വേവിച്ച് വെച്ചു. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് മുളക് ഇട്ടത് തേങ്ങ അരച്ച് വേവിച്ച് വെച്ചു. അതുപോലെ ഏത് പണി പിള്ളേർ എല്ലാ പണിയും ഞങ്ങളെ ചെറുപ്പത്തിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായിരിക്കും കൂടുതലും നമുക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് പറയാറുണ്ട്. അത് വളരെ നല്ലൊരു പോയിന്റ് ആട്ടോ ഷീജിന പറഞ്ഞത്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, എനിക്ക് ഹസ്ബൻഡ് ഒരു വൈഫും അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സ് ഇങ്ങനെ ഇടി ഒരു ചായ കൊണ്ട് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് കേൾക്കുമ്പോൾ ഞാൻ ഫെമിനിസ്റ്റ് അങ്ങനെയുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങൾക്ക് ചായ എടുത്ത് തരണം? നിങ്ങൾക്ക് എന്താണ് അവിടെ പോയി ഒരു ചായ ഇട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്താൽ എന്താണ്? പെണ്ണുങ്ങളുടെ മാത്രം ഒരു കുത്തക അവകാശമായിട്ട് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പേഴ്സണലി. ഞാൻ നിമിഷയോട് അങ്ങനെ ഒന്നും നിർബന്ധിക്കാറുമില്ല. അപ്പം രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെയാണ് തീരുമാനിക്കുന്നത്. അമ്മ ഇല്ലെങ്കിൽ, അമ്മ ഉണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളും ഉറപ്പാ. അപ്പം നിമിഷയും ഞാനും രാവിലെ എണീക്കുമ്പോൾ നിമിഷ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ അതോ ലഞ്ച് മതിയോ, അങ്ങനെ ഞങ്ങളപ്പം ഒരുമിച്ച് തീരുമാനം എടുത്ത് ഇന്ന് ഞാൻ ഉണ്ടാക്കാം. അപ്പം മിക്കപ്പോഴും ഞാനായിരിക്കും ഉണ്ടാക്കാം, കാരണം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാറുണ്ട്. നിമിഷ പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളുടെ എൻഗേജ്ഡ് ആയിരിക്കും. പിള്ളേരുടെ കാര്യം ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നിമിഷ പക്കയായിട്ട് ആ കാര്യങ്ങൾ നോക്കും. അപ്പൊ നിമിഷയ്ക്ക് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പാത്രം എങ്ങനെ വേണമെങ്കിലും ഞാൻ കഴുകി വെക്കും. അതിൽ കംപ്ലൈന്റ് വരെ ഞാൻ സമ്മതിക്കില്ല. അല്ല, അത് ഭയങ്കര ലക്കിയാണ് ആ കാര്യം. കാരണം ഇച്ചാൻ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഷെയർ ഇച്ചാൻ എനിക്ക് ഇപ്പം സമയം കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ. പിള്ളേർ രണ്ടുപേരും ഇരുന്നിട്ട് അവരുടെ കാര്യം നോക്കാം. ചിച്ചാൻ എനിക്ക് അപ്പൊ ഉണ്ടാക്കി തരാം. അങ്ങനെ ഒത്തിരി എന്താ പറയാ, അതൊരു നല്ല കാര്യമാണ്. നമ്മളത് ഷെയർ ചെയ്ത് നമ്മള് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എല്ലാ പാർട്ട്നേഴ്സും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി ഭാര്യ ആണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, കുക്ക് ചെയ്യണം. അല്ല വൈഫ് തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണം എന്ന് പറയുന്ന കാലം മാറി. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പണ്ടത്തെ കാലത്ത് നമുക്ക് പറയായിരുന്നു. നിങ്ങൾ പറയായിരുന്നു എനിക്ക് പറയാൻ കാരണം, ഭാര്യമാര് വീട്ടിലാണ്, ജോലിക്കൊന്നും പോവില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളും ഒക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി ഓർത്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവും ഭാര്യയും ഒരുപോലെ ജോലി ചെയ്യുന്നു, ഒരുപോലെ സമ്പാദിക്കുന്നു. നിമിഷം 8-8.5 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം, അല്ല എല്ലാവരും ആ കാര്യം നിമിഷം നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല പേഴ്സണലി ആസ് എ ഹസ്ബൻഡ്. അപ്പൊ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഡ്വൈസും കൂടെ.
ഇതിപ്പോ ചേട്ടൻ പറയുമ്പോ അമ്മയാണ് കുറച്ചുകൂടി പ്രൗഡ് ആയിട്ടുള്ളത് അല്ലേ? യെസ്. പിന്നെ ചാച്ചനാണെങ്കിലും എല്ലാം കൂടുതലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊക്കെ കണ്ടാണ് പിള്ളേർ വളരുന്നത്. അതെ, നമ്മൾ നമ്മുടെ പേരൻസിനെ കണ്ടാണ് പഠിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോ നല്ല കോട്ടയം മീൻകറി പഠിക്കണമെന്നുണ്ട്. ഞാൻ കണ്ണൂരുകാരിയാ. അപ്പൊ എനിക്കൊരു കോട്ടയം മീൻകറി ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. ഒരു കാര്യം കൂടെ ഉണ്ട് ഷിജില, അമ്മയുടെ എല്ലാ റെസിപ്പിയും ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാം, മാക്സിമം ടേസ്റ്റില്. അതാണ് ഞാൻ കോട്ടയം മീൻകറിയുടെ റെസിപ്പി. ആദ്യം നമ്മൾ കഴിവതും മൺചട്ടി തന്നെ വെക്കുക. ചട്ടി വെച്ച് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു നുള്ളു ഉലുവ ഇടണം. ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് മൂന്നുകൂടി ഇട്ട് അതൊന്ന് ചുമന്ന് വന്നു കഴിയുമ്പം നമ്മൾ പിരിയമുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, 2 മുളക് പൊടിയുടെ ഒപ്പം എടുക്കണം. മറ്റേ പിരിയമുളക് പൊടി ഇച്ചിരി എരിവ് കുറവ് വേണ്ടവർക്ക് മറ്റേത് എരിവില്ലാത്ത മുളക് പൊടി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും എടുത്തേച്ച് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഒന്നെങ്കിൽ ഒന്ന് കുഴച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിക്കകത്തൊന്ന് അടിച്ച് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഇതെല്ലാം കൂടെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് ഈ അരപ്പം ഇട്ടിട്ട് മസാല ഇട്ട് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അരപ്പം അതിനകത്ത് കിടന്ന് ഉരുണ്ട് എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പം നമ്മളതിനാവശ്യത്തിനുള്ള പുളി നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ഉപ്പും വെള്ളം കൂടെ നന്നായി നമുക്കിവിടെയുള്ള പുളിയാണ് നമുക്കറിയാം, നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ ശകലം ഉപ്പ് ഇട്ട് ആ പുളിയും കൂടെ തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ആ പുളി വെള്ളം ഒഴിച്ച് അതിനകത്തിന് ആ മീൻ കിടക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് മീനിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് ഇടയ്ക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാതെ ഇങ്ങനെ കറക്കി കൊടുക്കണം എടുത്ത്. പിന്നെ നമ്മളിടയ്ക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞ് നമ്മളത് ഏകദേശം നമുക്കൊരു 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഓരോ മീനും ഓരോ വേവാട്ടോ. നമുക്ക് അതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് പച്ചവെളിച്ചെണ്ണ വേണ്ടവർക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. അല്ലാത്തവർക്ക് ഇച്ചിരി കറിവേപ്പിലയും ഉള്ളിയും ഇവിടെ കടുക് പൊട്ടിക്കും. കടുക് ഇട്ട് ഉള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ച് അത് അതിൽ വേദ വെച്ച് മൂടി വെക്കണം. എപ്പോഴാണ് എനിക്ക് മമ്മിയുടെ മീൻകറി കഴിക്കാൻ പറ്റുക? ഇനി വരുമ്പോ അവസ്ഥയിൽ വീട്ടിൽ പഞ്ചസാരയും തേയിലപ്പൊടി പോലും ഇല്ല, ഞങ്ങൾക്ക് പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഷിജിനോട് വന്നപ്പോ തന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചാണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ വന്നു കയറിയതായതുകൊണ്ട് കടുക്, ഉപ്പ് അങ്ങനത്തെ ഒന്നുമില്ല ഒരു സംഭവം. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.